നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഒക്ടോബർ 28-നാണ് നമുക്ക് ഉദ്ഘാടനം വരുന്നത്. അപ്പൊ ഇതായിരിക്കും നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നമ്മൾ എൻട്രൻസ് ആണ്. അതിനുശേഷം അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും. സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ അത്യാവശ്യം വണ്ടികളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഒരു KSRTC ബസ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റവന്യൂ മന്ത്രി ആയിട്ടുള്ള കെ രാജൻ സാറും അതുപോലെ തന്നെ ഗതാഗത മന്ത്രി ആയിട്ടുള്ള ഗണേഷ് കുമാർ സാറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷന് വേണ്ടി ഇന്ന് കുറച്ച് മീഡിയാസിന് വീഡിയോസ് എടുക്കാനുള്ള സാങ്ഷനും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും കയറിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എത്ര ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നേരത്തെ നമ്മൾ കാണിച്ച ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകംഭാഗമാണ്. അതിൽ കൂടെ ആണ് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾ നടന്ന് കയറി വരുന്ന ഭാഗം. ഇവിടെ കുളം കണ്ട അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ഈ ഭാഗത്തുകൂടെ ആയിരിക്കും നമ്മൾ കയറുക. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് അതിൽ കൂടെ തിരിച്ചിറങ്ങി വരാനുള്ള സ്ഥലവും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതേ നോക്കിയേ, ഇവിടെ ഈ മരങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അത്ര നന്നായിട്ടാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിരിക്കണത്, നോക്കിക്കോട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കഫറ്റേരിയയും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരു കാട്ടിനകത്ത് ശരിക്കും നമ്മളെങ്ങനെ മൃഗങ്ങളെ കാണുന്നോ ആ ഒരു ഇതോടുകൂടി നമുക്ക് കാണാം കേട്ടോ. ഏകദേശം 330 ഏക്കറോളം എന്നാണ് പറയുന്നത്. പല കണക്കുകളും ഉണ്ട്. അപ്പോൾ ഏകദേശം എന്തായാലും 300 ഏക്കർ മേലെ ഒരു സ്ഥലത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലത്തെ ഡിസൈനറായിട്ടുള്ള ജോൺകോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനറാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾക്ക് വേണ്ടി ഞാൻ അറിഞ്ഞത് 23ഓളം വാസസ്ഥലങ്ങൾ അവർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 9 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. ശേഷം പിന്നെ ചെറിയൊരു ഗ്രൂപ്പുകളാക്കിയിട്ട് നമുക്ക് ഓൺലൈനിൽ പ്രീ ബുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അലോ ചെയ്യുന്നവർക്ക് വരാം. അതിന് ശേഷം ജാനുവരി 1 തൊട്ടിട്ടാണ് പിന്നെ നമുക്ക് നോർമലി എങ്ങനെയാണോ ആൾക്കാർക്ക് കയറാൻ പറ്റുക ആ ഒരു രീതിക്കായിരിക്കും. അടുത്ത ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഇനിയുള്ള സാഹചര്യങ്ങൾ വരുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ സന്ദർശകർ വരിക കേട്ടോ. ഒരു തൃശ്ശൂർക്കാരി ആയതിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നാണിത്. കാരണം എനിക്ക് ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഓടി വന്ന് കാണിക്കാനും നിങ്ങൾ ഓരോരുത്തരെയും ഇത് കാണാൻ വേണ്ടി ക്ഷണിക്കാനും ആയിട്ട് എനിക്ക് പറ്റി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പുത്തൂർ ഇതാ ഓപ്പൺ ആവാൻ പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഏരിയ നോക്കിക്കാൻ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇരിപ്പിടങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഒത്തിരി അധികം കഷ്ടപ്പെടുന്ന കൈകൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. ഇതിന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഉരകജീവികൾക്കുള്ള സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അനക്കോണ്ട മുതൽ പലതരത്തിലുള്ള പാമ്പുകളും കാര്യങ്ങളൊക്കെ ഇനി ഇവിടെ വരാനുണ്ട് കേട്ടോ. അതുപോലെ ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി, പുത്തൂരിന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. വളരെ തോട്ട്ഫുള്ളായിട്ടാണ് ഓരോ സ്ഥലങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളത് വീഴാൻ പോയടുത്തുനിന്ന് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാം കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ട, ഈ വലയുടെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ കാണാണ്ടോ. എൻ്റെ അമ്മ എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ജലപക്ഷികളുടെ സെക്ഷനാണ് കേട്ടോ. ജലപക്ഷികളുടെ സെക്ഷൻ നമ്മൾ കണ്ടത് ജലപക്ഷികളുടെ സെക്ഷനാണ്. ഇനിയിപ്പം ഇവിടെ ആയിരിക്കും ബാക്കിയുള്ള പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവരൊരു സമയമാകുമ്പോൾ ഈ ഭാഗത്ത് അവരുണ്ടാവും. അപ്പം നമുക്ക് ഇതിൽ കൂടെ ജസ്റ്റ് നടന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് നടക്കാനുള്ള വഴി ഉള്ളിലേക്ക് കേട്ടോ. ഈ കാണുന്ന സെക്ഷനിലാണ് നമ്മുടെ ജലപക്ഷികളുടെ സെക്ഷൻ വരുന്നത്. നിങ്ങൾ കൊച്ച കേൾക്കാം കിളികളിലൊക്കെ. ഇത് നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന രീതിക്ക് ഇതേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സമാധാനമായിട്ട് ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് നോക്കുന്നുണ്ട് ആരാന്ന് തോന്നുന്നു. സാധാരണ ഇവരെല്ലാം കൂട്ടിൽ വരാറ്. ഇപ്പൊ നമ്മള് കൂട്ടില്ല, അവര് പുറത്താണ്. ഒരാളിതേ മോളിൽ കറക്റ്റ് നോക്കുന്നുണ്ട്. നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ മുകളിലാട്ടാ വരുന്നത്. ഇപ്പൊ ഒരു താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ ഈ ആൾക്കാരെയൊക്കെ കാണുന്നത്. മറ്റേ ആൾ ഇപ്പോഴും പോസിങ് നിന്നിട്ടില്ല, സ്ഥിരം അവിടെ നനങ്ങിയിട്ടില്ല.
ചില ആൾക്കാരൊക്കെ നമുക്ക് അവിടെ കാണാം കേട്ടോ. അതിൻ്റെ വിടവിൽ നിങ്ങൾക്ക് ഒരാളെ കാണാം. അവർക്ക് പറ്റുന്ന അവരുടെ എൻവയോൺമെൻറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നതും. സോ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് ഇവരൊക്കെ കാണാനായിട്ടും പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി സ്ഥലമാണ്. ആ രീതിക്കാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒക്ടോബർ 28-നാണ് ഉദ്ഘാടനം. അതിനുശേഷം എല്ലാ വിസിറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് എത്രത്തോളം ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നോ അതനുസരിച്ച് ചെയ്യാം കേട്ടോ. പാറകളൊക്കെ ഇട്ട് കണ്ട എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. നല്ല രസമുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ പക്കയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ടാണോന്ന് അറിയില്ല, എല്ലാം ഒന്നും കാണിക്കാനായിട്ട് പറ്റണില്ല. ഞാനിങ്ങനെ നിൽക്കാം. ഇടയ്ക്കാണെങ്കിലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ വെയിൽ, പിന്നെ മഴ പെയ്യും, പിന്നെ വെയിൽ. മഴ കൊണ്ടിട്ടുണ്ടെന്ന് കുറച്ചത് കാരണം ഇനി പനി പിടിക്കുമോ എന്തോ. അപ്പം മറക്കണ്ട, ഒക്ടോബർ 28-ന് ഓപ്പൺ ആയതിന് ശേഷം പിന്നത്തെ 2 മാസം പ്രീ ബുക്ക് ചെയ്ത് സ്മോൾ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ കയറ്റുന്നുണ്ടാവുക. അതിന് ശേഷം ജാനുവരി 1 തൊട്ട് ഫുള്ളി ഓപ്പൺ ആയിട്ടുണ്ടാവും പബ്ലിക്കിന് വേണ്ടി. അപ്പം എല്ലാവർക്കും വിസിറ്റ് ചെയ്യാം കേട്ടാ. കണ്ടോ എന്ത് നല്ല വ്യൂ ആണെന്ന് നോക്കിക്കേ. നല്ല തണുപ്പ്. ഇല്ലിക്കക്കല്ലി പോയ പോലെ നമ്മുടെ തൃശ്ശൂരത്തെ ഇല്ലിക്കക്കല്ലിന്നൊക്കെ കോടയൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. സെറ്റായിട്ട് എന്ത് രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണേന്നാ. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ്. എനിക്കെന്തായാലും വന്നതൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. കാരണം നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് കാണാൻ വരണം. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആവുന്നോ അപ്പം ഞാൻ വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിലൊന്ന് നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല കുഞ്ഞു പോവുക. അങ്ങനെ അതാ നടന്ന് വന്നപ്പോൾ ദേ കാട്ടുപോത്തിനെ കണ്ട്. ഞാൻ ആദ്യം ആ നേരെ കാണുന്ന കാട്ടുപോത്തിനെ മാത്രമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണ് ഞാൻ പുറകിലുള്ള ആളെ കാണുന്നത്. അനങ്ങാണ്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇവർക്ക് നമ്മളിപ്പോൾ ഇത്ര ദൂരെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ഒരു പ്രസൻസ്. സോ ആ നിന്നോടത്തുനിന്ന് അനങ്ങുന്നില്ല. ആകെ ഒരു വാലാട്ടിയിട്ടുള്ള ആ ഒരു മൂമെൻറ്റ് മാത്രമാണ്. ബാക്കിയുള്ളത് അനങ്ങാതെ നിൽക്കുകയാണ്. ഫ്രണ്ടിലെ ആൾ ബാക്കിലെ ആൾ നീങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രസൻസ് അവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളിൽ ക്യൂരിയോസിറ്റി ഉണർത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. പിന്നെ മഴയായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് കുറേ ഭാഗങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഒക്ടോബർ 28-നാണല്ലോ നമ്മുടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഞാൻ കുഞ്ഞു ഭാഗങ്ങളാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ നിങ്ങൾ ക്യൂരിയസ് ആവും. ചില കാര്യങ്ങൾ നമ്മൾ ഫോണിൽ കണ്ടാൽ പോരാ, നമ്മൾ നേരിട്ട് വന്ന് തന്നെ കാണണം. അത് കാരണം നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണാം. എപ്പോഴാണോ വിസിറ്റേഴ്സിന് ഫുള്ളായിട്ട് ഒരു ആക്സസ് കിട്ടുക ആ ഒരു സമയത്ത് നിങ്ങൾ വന്ന് കാണണം. ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. എൻ്റെ ആ ഒരു ഉദ്ദേശം നടന്നിട്ടുണ്ട്, നിങ്ങളിൽ ക്യൂരിയോസിറ്റി ഉണർത്തുക എന്നുള്ളത്. കാരണം ഞാൻ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മഴ ആ ഒരു സാഹചര്യം കൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചിറങ്ങുന്ന ഭാഗം കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോയുടെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൽ നടന്നു പോവാം. അത് വെയിലാണ് മഴയാണെന്ന് അറിയാൻ നോക്കില്ല. ഇതിലേ നടന്ന് അവരവരെ വണ്ടിയിലേക്ക് ഇറങ്ങി പോവാം. നമ്മൾ പോകും. അപ്പോൾ അതിന് പേര് എന്തിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ല, മഴ കൊള്ളാണ്ട് ഇങ്ങനെയായിട്ട് ട്രോളാർ പിടിക്കും. ഇവിടെ തൊട്ട് അവിടെ വരെ ട്രോളാറാണ്. ഇതിലേക്കുള്ള കറണ്ട് നമുക്ക് അങ്ങനെ ദേ നമ്മളിവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ വേറൊരു പിന്നൊരു ദിവസം വരെ കണ്ടതിന്റെ വെളിച്ചത്തിൽ പറയാട്ടാ, കാണുന്ന ഒരാൾക്കും അതൊരു നഷ്ടാവില്ല. അത്രയും നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് നേരിട്ടിട്ട്. അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ജീവിക്കുന്നത്. സോ അവരും ഹാപ്പി, കാണുന്ന നമ്മളും ഹാപ്പിയാണ്. പിന്നെ തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. സോ തൃശ്ശൂർക്കാർക്കും ഒരു അഭിമാന നിമിഷമാണ്. ബാക്കിയുള്ളവർക്കും അതെ. കാരണം നിങ്ങൾക്കും വിസിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വാഗതമാണ്. എല്ലാവരും ക്ഷണിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക, ഒക്ടോബർ 28-നാണ് ഉദ്ഘാടനം. അതിനുശേഷമുള്ള 2 മാസം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് കുറച്ച് ആൾക്കാരായിട്ടായിരിക്കും കയറ്റുന്നുണ്ടാവുക. അപ്പം അത് പ്രീ ബുക്ക് ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് കാണാൻ പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ ജാനുവരി ആദ്യം തൊട്ടിട്ടാണ് എല്ലാവർക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുക. പിന്നെ പ്രീ ബുക്കിങ്ങിന്റെ കാര്യമാണെങ്കിലും നമ്മൾ സുബിന്റെ മെയിൽ ID മെയിൽ ചെയ്യണം എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാവരും വരിക. അപ്പൊ ബൈ.